ഹലോ ഗായ്സ്, ലെറ്റ്സ് പ്ലേൻ്റെ 48ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വിതറിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്കിന്ന് കളക്ട് ചെയ്യൽ തുടങ്ങാം. നമ്മളൊരു വലിയ ഫൈറ്റ് എടുത്തിട്ട് കുറേ കാലങ്ങളായി. അപ്പം നമ്മൾ ഇന്ന് എന്തായാലും ഒരു ഫൈറ്റിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഫസ്റ്റ് ടൈം ആയിട്ട് നമുക്ക് ആവശ്യം വരുന്നത് വിതർ സ്കെൽറ്റൻ്റെ ഹെഡാണ്. അപ്പം നമുക്ക് അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് പോകണം. നമ്മൾ റോക്കറ്റൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കുറച്ച് നേരം AFK നിന്നുകൊണ്ട് നമുക്ക് കുറച്ചധികം തന്നെ ഗൺ പൗഡർ കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് ആവശ്യത്തിനുള്ള റോക്കറ്റ് ക്രാഫ്റ്റ് ചെയ്ത് വെക്കാം. അതന്നെ ആവശ്യത്തിനുള്ള കളക്ട് ചെയ്തിട്ടുണ്ട്. 1.5 സ്റ്റാക്ക് നമ്മൾ എടുക്കുന്നുണ്ട്. നമുക്കത് തന്നെ മതിയാവും. ഇതിൽ 6 ഗോൾഡൻ ആപ്പിൾ ഇരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് എടുക്കാം. നമ്മൾ ഗോൾഡ് ഫാമിൽ കുറച്ചേരം AFK നിന്നിരുന്നു. അപ്പോൾ നമുക്ക് ഇത്രയും ഗോൾഡൻ ആഗ്രറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഗോൾഡൻ ക്യാരറ്റ് ക്രാഫ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത്രയും ഗോൾഡൻ ക്യാരറ്റ് തന്നെ ആവശ്യം വരുന്നുണ്ടാവുള്ളൂ. നമ്മൾ ഇത്രയും സംഭവങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ സ്പിയർ എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് എന്തായാലും നല്ല രീതിക്ക് യൂസ് ചെയ്യും. കുറച്ചൊക്കെ ഞാൻ പഠിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ബിൽഡിംഗ് ബ്ലോക്കിന് വേണ്ടിയിട്ട് കുറച്ച് നെതറാക്കി നമ്മൾ കയ്യിൽ വെക്കാം. അപ്പോൾ നമുക്ക് വിതർ സ്കെൽറ്റനെ ഒന്ന് ഫൈറ്റ് ചെയ്യാൻ പോവാം. നമുക്ക് 3 ഹെഡിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നേരെ തന്നെ നമുക്ക് ഈ പോർട്ടലിലേക്ക് ഒന്ന് കയറി കൊടുക്കാം. നമ്മൾ ആ പോർട്ടലിലേക്ക് കയറിയാൽ നമ്മളെ മേലെ കൊണ്ടിട്ടാണ് എത്തിക്കുക. അപ്പോൾ നമുക്ക് ഇതുവഴി പോയാൽ നമുക്ക് വേറെ സ്ഥലത്തേക്ക് എത്തിക്കും. നമ്മൾ വേറെ സ്ഥലത്താണ് സ്പോൺ ആയിട്ടുള്ളത്. നമ്മൾ ഇതിന് മുന്നായിട്ട് വേറൊരു ഫോർട്രസ് കണ്ടെത്തിയെന്ന്. നമ്മൾ പഴയ ഫോർട്രസിൽ പോയിട്ട് കാര്യമില്ല. നമ്മൾ സോൾസ് ആൻഡ് വാലിയിലുള്ള ഫോർട്രസ്സാണ് കണ്ടെത്തിയിട്ടുള്ളത്. അവിടുന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല രീതിക്ക് സ്പോൺ കിട്ടും. വിതർ സ്കെൽറ്റന് പെട്ടെന്ന് തന്നെ അവിടെ സ്പോൺ ആവും. ഇവന്മാർ സോൾസ് ആൻഡ് വാലിയിലാണ് നമുക്ക് കൂടുതൽ സ്പോൺ കിട്ടല്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് സേഫായിട്ട് ലാൻഡ് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് എവിടെയെങ്കിലും ഒന്ന് കയറി നോക്കാം. ഈ ഭാഗത്ത് വിതർ സ്കെൽറ്റനൊക്കെ സ്പോൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെല്ലെ താഴത്തേക്ക് ഇറങ്ങിയതിൻ്റെ ശേഷം നമുക്കിന്ന് ഇവന്മാരായിട്ട് ഫൈറ്റ് ചെയ്യാം. ഇവിടെ ഈ ബ്ലേസും സ്പോണായി. ഇവന്മാർ പെട്ടെന്ന് സ്പോൺ ആവുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ബ്ലോക്ക് വെച്ചൊന്ന് കവർ ചെയ്തെടുക്കാം. അയ്യോ, ഒരു സംഭവം നമ്മൾ മറന്നുപോയി. നമ്മൾ ബാർട്ടണി സെക്ഷൻ്റെ കുറച്ചധികം തന്നെ പോഷൻ ഇരിക്കുന്നുണ്ട്. ഫയർ റെസിസ്റ്റൻ്റ് പോഷൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് എടുത്ത് കൊടുത്താൽ നമുക്കിവിടെ സുഖമായിട്ട് നിൽക്കാൻ പറ്റും. ബ്ലേസിൻ്റെ അടി നമുക്ക് കൊള്ളൂല. അപ്പോൾ നമുക്കൊന്ന് ബേസിൽ പോയിട്ട് വരാം. നമ്മൾ ഈ പോർട്ടൽ വഴി കയറിയാൽ നമ്മൾ നെതറിൻ്റെ റൂഫിലെത്തും. അപ്പോൾ നമുക്ക് ഇതിൽ കൂടി കയറിയാലേ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിന്ന് ഇതിന് പോഷൻ നമുക്ക് എടുക്കാം. ഈ പെട്ടിക്കകത്ത് ഇരിക്കുന്നുണ്ട്. ഇതിലെല്ലാത്തിലും കുറച്ചധികം തന്നെ പോഷൻ ഉണ്ട്. അപ്പം നമുക്കൊരു 4-5 എണ്ണം നമുക്ക് ആവശ്യം വരുന്നുണ്ടാവുള്ളൂ. അത് നമുക്ക് 4-5 ബോട്ടിൽ ഇതിൽ നിന്ന് എടുക്കാം. ഇനി നമുക്ക് തിരിച്ച് ആദ്യം വന്ന പോർട്ടലിൽ കൂടി തന്നെ നമുക്ക് തിരിച്ച് പോകണം. നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവന്മാരൊക്കെ ഇവിടെ താഴെ സ്പോൺ ആയിട്ടുണ്ട് കുറച്ച്. അപ്പോൾ നമുക്ക് ഈ പോഷൻ കുടിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. അല്ലെങ്കിൽ നമുക്ക് ബ്ലേസിൻ്റെ അടി ഏൽക്കും. ബലൂൺ കൊണ്ട് സ്പോൺ ആയിട്ടുണ്ട്. അവനെക്കൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇവന്മാർ കയറി വരുന്നുണ്ട്. നമുക്ക് ഇത് ബോ വെച്ചിട്ട് കൊന്നാലും നമ്മൾ സോഡ് വെച്ചിട്ട് കൊന്നാലും ഒരുപോലെ തന്നെ ആവും തോന്നുന്നുണ്ട്. ഇതിന് ലൂട്ടിങ് വർക്ക് ആവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇവരാരും ഒന്നും നമുക്ക് ഡ്രോപ്പ് ചെയ്ത് തന്നിട്ടില്ല. ഇവന്മാരും ഇവിടെ സ്പോൺ ആവുന്നുണ്ട്. ഒരുത്തന്നെ ഇതാ നമ്മളെ കൺമുമ്പിൽ സ്പോൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കാം. എടാ, നീയെങ്കിലും ഒന്നിൽ സ്പോൺ ചെയ്ത് കാണാ. അവൻ പോയി താഴത്തേക്ക് വീണ്. അവനെന്തെങ്കിലും ഡ്രോപ്പ് ചെയ്താൽ ഒന്നും ഡ്രോപ്പ് ചെയ്തിട്ടില്ല. നമുക്ക് ഇതിൻ്റെ മുന്നേ ഇത് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, നമുക്ക് ഇതിൻ്റെ മുന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്കപ്പോൾ അടുത്ത ആൾക്കാരെ നോക്കി പോവാം. നമ്മൾ സോൾസ് ആൻഡ് വാല്യൂലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആൾക്കാരെ കിട്ടേണ്ടതാണ്. നമുക്ക് താഴത്തേക്കൊന്ന് പോയി നോക്കാം. ഇവിടെ ഒന്നും ആരും കാണാനില്ല. ഇവിടെ ഒരു സാധാ സ്കെൽറ്റൻ നിൽക്കുന്നുണ്ട്. അവൻ്റെ ആവശ്യം നമുക്കില്ല. ഫയർ ആസ്പെക്റ്റൊക്കെ ഉണ്ട്. ആ ഭാഗത്ത് കുറച്ചധികം തന്നെ സ്പോൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് പോയി നോക്കാം. മെല്ലെ ഒന്ന് ലാൻഡ് ചെയ്യാം. ആരെങ്കിലും വരുമോ? ഒരുത്തൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവനെ ഇവിടെ നിന്ന് തീർക്കാം. ഓരോരുത്തർ വരുമ്പോൾ നമുക്കധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇവനെ നമുക്ക് ഡ്രോപ്പും കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. അടുത്താണ് വരുന്നുണ്ട്. ഈ പിഗ്ലിൻസ് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അവന്മാർക്ക് എന്തെങ്കിലും പറ്റിയാൽ അവന്മാരെല്ലാവരും കൂടി നമ്മൾ അറ്റാക്ക് ചെയ്യും. നമുക്കൊരു ഹെഡ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വന്നിട്ടുള്ളൂ. നമ്മൾ ഒരു 3-4 ആൾക്കാരെ കൊന്നിട്ടുണ്ടാവും. അപ്പോൾ തന്നെ നമുക്ക് ഹെഡ് കിട്ടി. ഇവിടെ നിന്ന് കറങ്ങണ കണ്ടില്ലേ? എന്തായാലും നമുക്ക് കളക്ട് ചെയ്ത് വെക്കാം. ഈ ഹെഡും നമുക്ക് ഇടാൻ പറ്റൂലേ? നമുക്കിതുപോലെ ഇങ്ങനെ ഇടാൻ പറ്റും. ഇപ്പം എന്നെ കാണാൻ എങ്ങനെ ഉണ്ട്? വേണ്ട, നമുക്കിത് ശരിയാവില്ല. നമുക്ക് നമ്മളെ ഹെൽമെറ്റ് തന്നെ വെക്കാം. അതാണ് നല്ലത്. നമുക്ക് ഈ ഹെഡ് നമ്മളെ ഹോട്ട് ബാറിൽ വെച്ചിരിക്കാം. എന്നാലും നമുക്ക് ഇനി കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരെ കൊല്ലുമ്പോൾ നമുക്ക് ഇൻവെൻറ്ററിൻ്റെ അകത്ത് കയറി നോക്കേണ്ടി വരും. അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. ഈ ഭാഗത്തൊന്നും കാണാനില്ല. അപ്പം നമുക്ക് അകത്ത് കയറി നോക്കാം. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ചെസ്റ്റ് എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ഇവിടെ എല്ലായിടത്തുനിന്ന് അരിച്ച് പെറുക്കി നോക്കട്ടെ. ഇതിൻ്റെ അകത്ത് നമുക്ക് സ്പോൺ കുറവാണ്. ഇവിടെ ആരും കാണാനില്ല. പിന്നെ നമുക്കൊരു ബ്ലേസ് സിംബോളിൽ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഭയം മാറിയിട്ടുണ്ട്. നമുക്ക് സോൾസ് ആൻഡ് വാലിക്ക് തന്നെ തിരിച്ചു പോകണം.
നമ്മളങ്ങനെ പിന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു സ്കെൽറ്റൻ നിൽക്കുന്നുണ്ട്, താഴെ 2 വിധ സ്കെൽറ്റന്മാർ നിൽക്കുന്നുണ്ട്. അവന്മാരെ നമുക്ക് തീർക്കാം. ആദ്യം ഇവനൊന്ന് തീർക്കട്ടെ. അതിൻ്റെ കൂടെ തന്നെ ബ്ലേസും നിൽക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും, എന്നാലും നമുക്ക് പ്രശ്നമില്ല, നമുക്ക് ഇറങ്ങി കൊടുക്കാം. ഇവിടെ അവന്മാരുണ്ട്, പോയി 2 ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ട്. ഈ ബ്ലേസിനെ ആദ്യം തീർക്കാം. അല്ല, നമ്മൾ പോഷൻ്റെ എഫക്റ്റ് തീർന്നാ, വെറുതെ അല്ല നമുക്ക് ഇങ്ങനെ ഡാമേജ് കിട്ടണേ. ഇത് കുടിച്ചാൽ പോരെ, പ്രശ്നം തീർന്നില്ലേ. ഇനി ഇവന്മാരെ നമുക്ക് തീർക്കാം. നമുക്ക് ഉദ്ദേശിച്ചൊന്ന് ഫൈറ്റ് ചെയ്ത് നോക്കാം. ഇവരാരും നമുക്ക് ഡ്രോപ്പ് തന്നിട്ടില്ല. ഇവന്മാരും കൂടി തീർക്കട്ടെ. നമ്മളെ ഹങ്കർ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്, അതാണ് ഇതിൻ്റെ പ്രശ്നം. നമ്മളെ ഹങ്കർ പെട്ടെന്ന് കുറയും. ഞാൻ ഇതിൻ്റെ അകത്ത് പിന്നെയും കയറിയിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗത്തു നിന്നൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇവന്മാരെ, പക്ഷേ ആൾക്കാരൊന്നും അധികം കാണാനില്ല. നമ്മൾ ഇതിൻ്റെ പുറത്തെത്തിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ബ്ലേസ് സ്പോൺ ആയിട്ടുണ്ട് കുറച്ച്. അത് ആ ഭാഗത്ത് കുറച്ച് വിത്ത് സ്കെൽറ്റന് സ്പോൺ ആയിട്ടുണ്ട്. നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കാം. എപ്പോഴും ആ ഭാഗത്താണ് നല്ല രീതിക്ക് സ്പോൺ ആവുന്നത്. നമുക്ക് ഫയർ റെസിസ്റ്റൻറ്റ് പോഷൻ ഉണ്ടെങ്കിൽ ഇവന്മാരായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഭയങ്കര സുഖമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇവന്മാരെ തീൻ്റെ ഡാമേജ് മാത്രമേ നമുക്ക് വരുള്ളൂ, വേറെ ഡാമേജും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇവനെ തീർക്കാം. സ്പിയർ യൂസ് ചെയ്യുക. ഒരട്ടം കൂടി ഡ്രോപ്പൊന്നും കിട്ടിയിട്ടില്ല, അപ്പം നമുക്ക് അവന്മാരെ പോയി തീർക്കാം. ഈ ഭാഗത്ത് ഇവന്മാർ കുറച്ച് തന്നെ സ്പോൺ ആയിട്ടുണ്ട്. 4 ആൾക്കാരുണ്ട് തോന്നുന്നുണ്ട്. അയ്യോ, ഡാമേജ്. ഒരു സ്കെൽറ്റനും കൂടി നമ്മളെ കൂടെ കൂടിയിട്ടുണ്ട്. നമുക്ക് ഇതിന് മേൽക്കൊന്ന് കയറി നിൽക്കാം. ഫുഡ് കഴിക്കട്ടെ. അവന്മാരോട് എത്തി. സ്പിയർ യൂസ് ചെയ്യുക. സ്പിയർ ഇവിടെ നടക്കണില്ലല്ലോ. ഇതിൻ്റെ കൂടെ ഈ സ്കെൽറ്റനും വന്നുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബലൂണിൻ്റെ കൂടി കുറവുണ്ടായിരുന്നു, അതുമായി. നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും ഹൈഡ് ചെയ്ത് നിൽക്കാം. ഇവന്മാരെല്ലാവരും നമ്മളെ കൂടെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഭാഗത്ത് കവർ ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളെ ഹെൽത്ത് ഒന്ന് ഫില്ല് ആയതിൻ്റെ ശേഷം നമുക്ക് മെല്ലെ പുറത്തേക്ക് ഇറങ്ങാം. ഇതിപ്പോൾ ഇവിടെ നിന്ന് ഇനി നമുക്ക് ഇവനും കൂടി തീർക്കാം. ഇവന്മാരെന്താ ഡ്രോപ്പ് ചെയ്യാത്തത്? ഒരുത്തനും കൂടി ഇത് നിൽക്കുന്നുണ്ട്. സ്പിയറൊന്ന് യൂസ് ചെയ്ത് നോക്കാം. കൊണ്ടില്ല. ഇതൊന്ന് കറക്റ്റായിട്ട് പഠിക്കണം. നമുക്ക് ഇത് കറക്റ്റായിട്ട് അറിയായിട്ടാണ്, അല്ലെങ്കിൽ നല്ല സുഖമായിട്ട് ഇവന്മാരൊക്കെ തീർക്കാൻ പറ്റും. നമുക്ക് ആ ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം. അവിടെ കുറച്ചധികം തന്നെ ആൾക്കാർ സ്പോൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സൈഡിലേക്ക് കയറിയതിൻ്റെ ശേഷം നമുക്ക് മെല്ലെ പോയി നോക്കാം. ഇവനെ തീർക്കട്ടെ. നമ്മളെ പോഷൻ്റെ എഫക്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പോഷനും കൂടി എടുത്ത് കുടിക്കാം. നമ്മളതിൽ 2 ബാക്കിയുള്ളൂ. ദൂരത്തം വരുന്നുണ്ട്. ഇവനെ നമുക്ക് തീർക്കാം. സ്പിയർ നമുക്ക് അടുത്തുനിന്ന് യൂസ് ചെയ്യാൻ വലിയ സുഖമില്ല. അടുത്തുനിന്ന് യൂസ് ചെയ്താൽ നമ്മളെ സോഡ് തന്നെയാണ് ബെസ്റ്റ്. ചെസ്റ്റ് പ്ലേറ്റ് ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഡാമേജ് എടുക്കുന്നത് തോന്നുന്നുണ്ട്. നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. എടാ, ഞാനൊന്ന് ഫുഡ് കഴിക്കട്ടടാ. ഇവനെ ആദ്യം തന്നെ തീർക്കാം. ഒരു ബ്ലേസ് അവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ നോക്കിക്കാണ്ട്. അതുപോലെ തന്നെ ഒരു ബലൂൺ അവിടെ പാറി നടക്കുന്നുണ്ട്. നമുക്ക് ആ ബലൂണിനൊന്ന് തീർക്കാൻ പറ്റുമോ നോക്കട്ടെ. കൊണ്ടില്ല. അവൻ്റെ അടുത്തേക്ക് എത്തണില്ല, അത് ഡീസ്പോൺ ആയി അവന്. നമുക്ക് ഈ ബ്ലേസിനെ തീർക്കാം. ഇവിടെ വേറെ ആരും സ്പോൺ ആയിട്ടില്ല. അവന്മാരൊക്കെ ഡീസ്പോൺ ആയി തോന്നുന്നുണ്ട്. എടാ നോക്കടാ, എൻ്റെ കയ്യിലുണ്ട് കുന്തം. ഇൻ്റെ കണ്ട തിളങ്ങണ കുന്തം. ഇവിടുന്ന് ഒരുത്തന്നെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അവൻ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ തീർക്കാം അവനെ. എടാ, അവനും ഒന്നും ഡ്രോപ്പ് ചെയ്തിട്ടില്ല. ഇത് വേറെ ഒരുത്തം കിട്ടിയിട്ടുണ്ട്. അവൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം. ഇവനെന്താ ഫുള്ള് വലിപ്പില്ലേ? സ്റ്റെപ്പിൽ ഇറങ്ങി നിൽക്കാൻ തോന്നുന്നുണ്ട്. ഒരു ബലൂൺ ഇതാ ഡീസ്പോണായി. ഇനി ഇവനെ പോയി കണ്ട് തീർക്കാം. അവൻ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇനി സ്പിയർ യൂസ് ചെയ്യാം. മരിച്ചില്ല എപ്പോഴും. അയ്യോ, നമ്മൾ പോഷൻ കുടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല. നമുക്ക് ഇവനെ തന്നെ ഒന്ന് തീർക്കാം. നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല. താഴെ ഭാഗത്തും കുറച്ച് ആൾക്കാർ സ്പോൺ ആയിട്ടുണ്ട്. ഒരുത്തന്നെ ചുമ്മാ ഷൂട്ട് ചെയ്തതാ, അവൻ ഡ്രോപ്പ് ചെയ്ത്. എന്താ പറഞ്ഞാൽ നമുക്ക് ലൂട്ടിംഗ് ഒന്നും ഇതിൽ വലിയ കാര്യമില്ല. നമുക്ക് ലൂട്ടിംഗ് ഇല്ലെങ്കിലും നമുക്ക് ഡ്രോപ്പ് കിട്ടും, ലൂട്ടിംഗ് ഉണ്ടെങ്കിലും നമുക്ക് ഡ്രോപ്പ് കിട്ടുന്നതും ഒരേപോലെ തന്നെയാണ്. നമുക്കപ്പോൾ ആണ്ടൊന്ന് പോവാം. ഇവനിപ്പോൾ എവിടെ നിന്ന് വന്ന്? അയ്യോ, ലാവ. നമ്മളിപ്പോഴും പോഷൻ ഉണ്ടായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ ലാവയിൽ വീണാൽ എന്താ ഉണ്ടാവുക അറിയാമല്ലോ. നമുക്ക് ആ ഹെഡൊന്ന് കളക്ട് ചെയ്യാം. ഇവന്മാരാണ് നമ്മൾ തട്ടി താഴത്തേക്ക് ഇട്ടത്. ഇത് കറക്റ്റിന് ആ എഡ്ജിലാണ് നിൽക്കുന്നത്. ഒന്നപ്പുറത്ത് കഴിഞ്ഞാൽ താഴെ ലാവ ചെയ്യുന്നത്. അപ്പോൾ ഐക്കാവും പോയി വീണിട്ടുണ്ടാവുക. ഇനി നമുക്ക് ഒരെണ്ണം കൂടി കിട്ടിയാൽ മതി. ആ ഒരെണ്ണം കൂടി കിട്ടിയാൽ നമുക്ക് വീട്ടിലേക്ക് പോവാം. അയ്യോ, ഇവ എന്ത് നോക്കിക്കുക.
നമുക്ക് ഈ സ്പീർ ഇങ്ങനെ നടക്കുമ്പോഴല്ലാതെ നമുക്ക് പറക്കുമ്പോഴും അറ്റാക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അതല്ലേ ഒന്നുകൂടി ഡാമേജ് ഇവന്മാർക്ക് കൊടുക്കുക. ഇവനെ അവനെ കിട്ടിയില്ല. നമുക്ക് താഴെ ആരെങ്കിലും നോക്കാം. സ്കെൽറ്റൻ ഉണ്ട്, അവനെ തീർത്ത്. ഇവന്മാർക്ക് നല്ല ഡാമേജ് കൊടുക്കും ഇങ്ങനെ പറക്കുമ്പോൾ. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇവിടെ ഒരുത്തൻ നിൽക്കുന്നുണ്ട്, നമുക്ക് അവനെ ഒന്ന് തീർക്കാൻ പറ്റുമോ നോക്കാം. നമുക്കിതുപോലെ അങ്ങനെ പറന്നിറങ്ങി കൊടുക്കാം. അവനെ തീർത്ത് നമുക്കിതിട്ട് ഒറ്റ കിക്കിൽ കൊല്ലാൻ പറ്റും ഇവന്മാരെ. ഒന്നും ഡ്രോപ്പ് ചെയ്തിട്ടില്ല പക്ഷേ. അപ്പം ഇനി നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇതാണ് ഒന്നുകൂടി നമുക്ക് സുഖമായിട്ടുള്ളത്. ഇവന്മാരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ തീർക്കാൻ പറ്റും. പക്ഷേ സ്പീർ ഇന്ന് എടുക്കണത് ഒന്ന് ഫാസ്റ്റാക്കി എടുക്കണം. അവനെ തീർത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡ്രോപ്പ് ചെയ്താൽ പ്രത്യേകിച്ചൊന്നുമില്ല. സ്കെൽറ്റന് ഇവന്മാർ ഇതിൻ്റെ അടുത്ത് സ്പോണാവും നല്ല രീതിക്ക്. സോൾസാൻഡ് വാലി ഉണ്ടാവും. അടുത്ത സ്പോൺ ആയിട്ടുണ്ട്. ഇവന്മാരെ തീർക്കാം. അങ്ങനെ ഒരുത്തന്നെ തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് റോക്കറ്റ് യൂസ് ചെയ്യാം. എന്നിട്ട് നേരെ പാറിപ്പോയതിൻ്റെ ശേഷം അടുത്തവനെയും തീർക്കാം. ഇനി പിന്നെ നമുക്ക് റോക്കറ്റ് യൂസ് ചെയ്യാം. ഇതാണ് നമുക്ക് ഒന്നുകൂടി സുഖമായിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ എല്ലാ പരിപാടിയും കഴിയും. ഇവന്മാരെ ഇതിന്മേൽ കിട്ടണില്ല തോന്നുന്നുണ്ട്. ഇവന്മാർ പിന്നെ ഒരിടത്ത് നിൽക്കണില്ല, പാറി പോവുകയാണ്. എൻ്റെ ഡാമേജ് ഇതായിട്ട് ഒരുത്തൻ നിൽക്കുന്നുണ്ട്. അവൻ്റെ അടുത്തേക്ക് മെല്ലെ പാറി പോയി നോക്കാം. അവനെ കിട്ടി. എന്തെങ്കിലും ഡ്രോപ്പ് ചെയ്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല തോന്നുന്നുണ്ട്. നമുക്ക് അടുത്ത ആളെ നോക്കാം. അടുത്ത ആൾ അവനെയും കിട്ടി. അവനൊന്നും ഡ്രോപ്പ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് അടുത്തവനെ നോക്കാം. ഇത് പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ സോഡ് വെച്ച് ഒരു 2-3 വെട്ട് കൊടുത്താലേ ഇവന്മാർ ചാവുള്ളൂ. ഇല്ല, ഇതായ ഭാഗത്ത് ഒരുത്തൻ നിൽക്കുന്നുണ്ട്. അവൻ്റെ അടുത്തേക്ക് മെല്ലെ പാറിപ്പോയി നോക്കാം. മെല്ലെ പാറി തന്നെ മതി. ഇവന്മാർക്ക് പെട്ടെന്ന് നല്ല ഡാമേജ് കിട്ടുന്നുണ്ട്. നമ്മൾ സ്പീഡിൽ വരണമൊന്നുമില്ല. ഡ്രോപ്പ് കിട്ടി. ഓ, അങ്ങനെ നമുക്ക് 3 ഹെഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ പാറി നടക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാം. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. അയ്യോ, എൻ്റെ ടോട്ടം മുട്ടി. അയ്യോ, അങ്ങനെ പിന്നെയും മരിക്കേണ്ടി വന്ന്. നമ്മൾ ഐറ്റംസ് വല്ലതും ലാവിൽ പോയിക്കണമെന്നാ പേടി. നമ്മളിപ്പോൾ ഏകദേശം ഒരു 10-15 പ്രാവശ്യം ഇതിൽ മരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് മരിക്കണേന് വലിയ പേടിയൊന്നുമില്ല. നമുക്ക് എന്തായാലും റീസ്പോൺ കൊടുക്കാം. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ആ പോർട്ടലിൽ പോയി കയറാം. നമ്മളെന്തായാലും പോർട്ടലിൻ്റെ അടുത്താണ് മരിച്ചിട്ടുള്ളത്. ഐറ്റംസ് എല്ലാതും അവിടെ തന്നെ കിടക്കണുണ്ട്. ഒടുക്കത്തെ ലാഗ്. ഐറ്റംസൊക്കെ അവിടെ തന്നെ ഉണ്ട് തോന്നുന്നുണ്ട്. ലാഗ് പോയി തോന്നുന്നു. ഇനി നമുക്കിതിൻ്റെ മേലേക്കൊന്ന് കയറി കൊടുക്കാം. താഴത്തേക്ക് ഒന്നും പോയിട്ടില്ല. നമ്മൾ ഐറ്റംസൊക്കെ കിട്ടിയിട്ടുണ്ട് തോന്നുന്നു. ഷൾക്കർ ബോക്സ് കിടക്കണേ. ഹെഡ് എന്തായാലും പോകാതെ ഇരുന്നാൽ മതിയെന്ന്. തൊട്ടടിയിൽ ലാവുണ്ട്. എന്തായാലും 3 ഹെഡ് നമ്മളെ കൈക്കൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ അതിനെ പറ്റി പേടിക്കാനില്ല. ഷൾക്കർ ബോക്സും 2 എണ്ണം ഉണ്ട്. നമ്മളാ ടൂൾസൊക്കെ ഇനി നോക്കട്ടെ. നമ്മൾ ഐറ്റംസ് ഒന്നും പോയിട്ടില്ല. എല്ലാം നമ്മളെ കയ്യിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ലെവൽ പോയി. അതിന് വിഷയമുള്ള കാര്യമില്ല. നമുക്ക് ലെവൽ ഒപ്പിക്കാൻ അധികം ബുദ്ധിമുട്ടില്ല. ഇനി വിതറിനിട്ടുള്ള ഫൈറ്റിന് നമുക്ക് പോവാം. പക്ഷേ നമുക്ക് കുറച്ചുകൂടി ഐറ്റംസ് നമ്മളെ കയ്യിൽ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മളെ കയ്യിലുള്ള എല്ലാ ടോട്ടംസും നമ്മളെ കൈക്ക് എടുക്കുക. നമ്മളെ പെട്ടിക്കകത്ത് ഇത്രയാണ് ഉള്ളത്. ഇതൊക്കെ നമുക്ക് എന്തായാലും കൊണ്ടുപോവാം. റീജനറേഷൻ പോഷൻ ഇരിക്കുന്നുണ്ട്. ഇതെന്തായാലും നമ്മളെ കൈക്ക് ഇരിക്കട്ടെ. നമുക്ക് ചിലപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആവും. ഈ പെട്ടിക്കകത്ത് സ്ട്രെങ്ത്ത് പോഷനുണ്ട്. അതും നമുക്ക് കയ്യിൽ വെക്കാം. ഇത്രയും ഐറ്റംസാണ്, വേറെ ഒന്നും എടുക്കാനില്ല എന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും ഐറ്റംസിനെ ആവശ്യമുള്ളൂ. നമ്മളെന്തായാലും ഷവലും പിക്കാസും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നില്ല. ആ ഭാഗത്ത് കൂടി നമുക്ക് ടോട്ടെടുത്ത് വെക്കാം. അപ്പോൾ എന്തായാലും നൈറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉറങ്ങി നീച്ച് രാവിലെ അതിൻ്റെ ശേഷം നമുക്ക് ഫൈറ്റിന് വേണ്ടിയിട്ട് പോവാം. ഇനി എന്തായാലും നമ്മൾ യൂസ് ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഇവിടെ തന്നെ വെച്ചിട്ട് പോവാം. വെറുതെ നമുക്ക് കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ പിക്കാസും ഷവലും എന്തായാലും യൂസ് ചെയ്യില്ല. അതുപോലെ തന്നെ ആക്സും ഞാൻ എടുക്കലില്ല. എന്തായാലും പെട്ടിക്കകത്ത് ഇരിക്കട്ടെ. വേറെ ഞാൻ ഷൾക്കർ ബോക്സൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 4 സോൾ സാൻഡിൻ്റെ ആവശ്യമുണ്ട്. അതോ 5? 4-5 വേണ്ടത്. 4 തോന്നുന്നു. പക്ഷെ നമുക്ക് 5 എടുക്കാം. ഫൈറ്റ് നമുക്ക് ഈ മലൻ്റെ മേലിൽ നിന്ന് ചെയ്യാം. നമ്മളെ ബേസിൻ്റെ അടുത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ഫുള്ള് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്തുനിന്ന് ചെയ്യാം. അപ്പോൾ ഏകദേശം ഈ മലൻ്റെ നടുക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തായിട്ട് അതിന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ സോൾ സാൻഡ് ഒന്ന് നമ്മളെ കൈക്കൊക്കെ എടുക്കണം. ഇനി നമുക്ക് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മൾ സോൾ സാൻഡ് വെച്ചിട്ടുണ്ട്. ഇതെന്തായാലും നമുക്ക് ആവശ്യമില്ല. 4 മതിയായിരുന്നു നമുക്ക്.
ഇനി ലാസ്റ്റത്തെ ഒരു ഹെഡും കൂടി വെച്ചാൽ ഇത് കംപ്ലീറ്റ് തീരുമാനമാവും. അപ്പോൾ നമ്മൾ പോഷൻ നമുക്ക് ഇപ്പോൾ തന്നെ കുടിക്കണ്ട. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ നമുക്ക് പോഷൻ എടുത്ത് കുടിക്കാം. അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ തന്നെ ഇരിക്കട്ടെ. ഫുഡ് നമുക്ക് എടുത്തിട്ട് കയ്യിൽ വെക്കാം. നമുക്ക് ഫുഡൊക്കെ ഒന്ന് കഴിച്ചതിന് ശേഷം ഫുൾ അങ്കറാക്കി വെക്കാം ഇപ്പം തന്നെ. ഇനി നമുക്ക് ഈ ഹെഡ് ഇവിടുന്ന് എടുത്തതിന് ശേഷം നമുക്ക് അവിടേക്ക് തിരിച്ച് വെക്കാം. നമ്മളതിനെ ലാസ്റ്റത്തെ ഹെഡ് വെക്കാൻ പോവാണ്. സ്പോൺ ഏൽപ്പിച്ചിട്ടുണ്ട് ഇവനെ. ഇനി നമ്മുടെ ഗോൾഡൻ ആപ്പിളൊക്കെ നമ്മളെ കയ്യിൽ വെക്കാം. ഇവൻ അത്ര ഡേഞ്ചറൊന്നും അല്ല, എന്നാലും നമുക്കത് പേടിക്കണത് നല്ലതാണ്. ഇപ്പോൾ പുറത്തേക്ക് വരും. വന്നിട്ടുണ്ട്. ഓ, നമ്മളെ നേരത്തെ തന്നെയാണ് വരുന്നത്. അവിടെ ഒരു ആടൊക്കെ നിൽക്കുന്നുണ്ട്, അവനൊന്നും നോക്കുന്നില്ല, നമ്മുടെ അടുത്തേക്കാണ് വരുന്നത്. ഇവനെ നമ്പ് ചെയ്ത് കണ്ട് നമുക്കൊന്ന് നിലത്തിറക്കണം. പക്ഷേ ഇവനക്ക് പകുതി ആർട്ടായാലും ഇവന് താഴേക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് താഴേക്ക് വരുന്ന അത്രയും വേഗം നമുക്ക് അമ്പ ചെയ്യേണ്ടി വരും. അമ്പൊന്നും കൊള്ളുന്നില്ലല്ല. നമുക്ക് അധികമൊന്നും ഹെൽത്ത് കുറയുന്നില്ല, എന്നാലും നമുക്ക് കുറച്ച് കുറയണുണ്ട്. അത് നമുക്ക് ഫുഡ് കഴിച്ചാൽ മതി, വലിയ പ്രശ്നമില്ല. ഇവൻ്റെ നമ്മളെല്ലാം വെക്കുന്നതും നമുക്ക് കറക്റ്റിന് അവനെ കൊള്ളിക്കാൻ പറ്റണില്ല. ചിലതൊക്കെ അവൻ്റെ ഹെഡുമൊക്കെ പോയി കൊള്ളുകയാണ്. നമുക്ക് സ്പിയർ യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ ഡാമേജ് അവനക്ക് കൊടുക്കും. നമുക്ക് അമ്പ് ചെയ്യാനായിട്ട് നല്ലത് അതാണ്. അപ്പോൾ നമുക്ക് അധികം ഡാമേജും വരില്ല. അവനെ ഷൂട്ട് ചെയ്യണമെന്ന് നമുക്ക് കൊള്ളൂല. നമുക്കിതുപോലെ സ്പിയർ യൂസ് ചെയ്യാം. അത് കിട്ടിയില്ല, അതും കിട്ടിയില്ല. ഇവൻ നല്ല ഹൈറ്റേക്ക് പറന്നു പോകുന്നുണ്ട്, ആണ് ഇപ്പോഴത്തെ പ്രശ്നം. അതെന്തായാലും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പകുതി അവന് കുറച്ചും കൂടി ഉള്ളൂ. അത് കിട്ടിയില്ല. നമ്മളെ ഹെൽത്ത് ഒന്ന് കൂട്ടട്ടെ. നമ്മളെ ഹെൽത്ത് എപ്പോഴും ഫുള്ളാക്കി വെക്കണം, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. പിന്നെ ടോട്ടം ഉണ്ടായതുകൊണ്ട് നമുക്ക് അത്ര പേടിക്കാനില്ല. അതും കിട്ടിയില്ല. ഇവൻ നല്ല ഹൈറ്റേക്ക് പോകുന്നുണ്ട്. നമ്മളിവൻ്റെ കൂടെ നടക്കുമ്പോൾ ഇവൻ നല്ല ഹൈറ്റേക്ക് പോവുകയാണ്. അതെന്തായാലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്കൊരു ഷോട്ട് കിട്ടി. ഇനി കുറച്ചുകൂടി ചെയ്താൽ അവനക്ക് എന്തായാലും പകുതി ലൈഫാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അവനെ തീർക്കാൻ പറ്റും തോന്നുന്നു. നമ്മളതിനെ താഴേക്ക് വന്നിട്ടുണ്ട്, പക്ഷെ അവന് താഴേക്ക് വരുന്നില്ല. അവന് എത്രയോ മേലെയാണ് നിൽക്കുന്നത്. നമ്മൾ അവൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ അവൻ നമ്മളെക്കാട്ടിയും കൂടുതൽ മേലേക്ക് പോകും, പക്ഷെ അവന് താഴത്തേക്ക് വരുന്നില്ല, ആണ് ഇപ്പോഴത്തെ പ്രശ്നം. അതിൻ്റെ കൂടെ തന്നെ അവൻ്റെ ഹെൽത്ത് ഏകദേശം ഫുള്ളാവാനായിട്ടുണ്ട്. അവൻ്റെ ഹെൽത്ത് ഇപ്പോൾ ഫുള്ളാവും. അപ്പോൾ നമുക്ക് ഇവനെ തീർക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടായി വരും. ഇവനിപ്പോൾ താഴത്തേക്ക് വന്നിട്ടില്ലെങ്കിലും നമ്മൾ അവിടെ നിന്നാണ്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. എത്ര ദൂരത്താണ് നിൽക്കുന്നത്, പക്ഷെ നമുക്ക് കണ്ട് അമ്പ് ചെയ്തിട്ട് കണ്ട് എത്തുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നുകൂടി പറന്ന് പോയി കണ്ട് അവനെ തീർക്കേണ്ടി വരും. നമ്മളതിനെ അവൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇവനെ തീർക്കണം. പക്ഷേ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നതോറും ഇവൻ്റെ ഹെൽത്ത് കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല. നേരത്തെ കുറച്ചും കൂടി നമുക്ക് ഹെൽത്ത് കുറഞ്ഞ് കിട്ടിയത്. ഇപ്പോൾ ഏകദേശം പിന്നെയും ഇവൻ്റെ ഫുള്ളാവാനായിട്ടുണ്ട്. ഇനി നമുക്ക് റോക്കറ്റ് നമ്മളെ കയ്യിൽ കുറവാണ്. നമുക്ക് 13 നമ്മളെ കയ്യിലുള്ളൂ. ആ റോക്കറ്റ് എടുക്കാൻ മറന്ന്. എന്തായാലും കുഴപ്പമുണ്ടാവില്ല. നമുക്ക് ഒന്നുകൂടി നമുക്ക് ബേസിക്ക് എന്തായാലും പോയാൽ മതി. നമുക്ക് ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല. ഇവൻ പിന്നെ നമ്മളെ മേലേക്ക് വന്നിട്ടുണ്ട്. നമുക്കതാണ് പ്രശ്നം. ഇവൻ മേലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു ഷോട്ട് കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ സ്പിയർ യൂസ് ചെയ്യുമ്പോൾ ഇവനക്ക് നല്ല രീതിക്ക് ഹെൽത്ത് കുറയുണ്ട്. നമുക്കൊരു 5-6 നമുക്ക് ഒപ്പം നല്ല രീതിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവൻ പെട്ടെന്ന് മരിക്കും. ഇനി പകുതി ആവാൻ എനിക്ക് 2 ഷോട്ട് കൂടി കൊടുത്താൽ മതിയാവും. പക്ഷെ നമ്മൾ നല്ലപോലെ ചെയ്യണം എന്നുള്ളൂ. എവിടെ ഇവന്? അത് കിട്ടിയില്ല. ഇനി അടുത്തതിൽ നമുക്ക് ട്രൈ ചെയ്യാം. ഇത് ഇനി എന്തായാലും നമുക്ക് കിട്ടൂല. ഇവൻ ഏകദേശം നമ്മളൊപ്പമാണ് ഉള്ളത്. നമുക്ക് ഇവനെക്കാട്ടി നൈറ്റിൽ നിന്ന് വരണം, എന്നാലേ നമുക്ക് നല്ല സ്പീഡ് ഉണ്ടാവുള്ളൂ. ഇനി ഒന്നുകൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളെ റോക്കറ്റ് ഇനി 4 നമുക്ക് ബാക്കിയുള്ളൂ. അതെന്തായാലും എനിക്ക് നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളെ കയ്യിൽ 3 ഉള്ളൂ. അതും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഹാഫ് ഹെൽത്ത് ആയിട്ടുണ്ട് അവനക്ക്. ഇനി ഒന്നുകൂടിയും കൊടുത്താൽ അവൻ താഴേക്ക് വരും തോന്നുന്നുണ്ട്. ഇനി നമ്മളെ കയ്യിൽ ഒരു റോക്കറ്റ് ബാക്കിയുള്ളൂ. അതും കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരൊറ്റ റോക്കറ്റ് വെച്ചിട്ട് നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു 3-4 കൂടി നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വേണേൽ തീർക്കാമായിരുന്നു. അപ്പോൾ ഇനി കറക്റ്റിന് ഒരു 2 ഷോട്ടിനുള്ളതും കൂടെ ഉള്ളൂ അവന്. പക്ഷെ നമ്മളെ കയ്യിലുള്ള റോക്കറ്റ് തീർന്നു പോയി. അപ്പോൾ നമുക്ക് ഇനി ഒന്നുകൂടി നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് വരാം. എന്തായാലും നൈറ്റ് ആയിട്ടുണ്ട്, നമുക്ക് ഉറങ്ങി കഴിച്ചിട്ട് വരാം. ഇപ്പോൾ ഇവൻ നിൽക്കുന്നത് ഏകദേശം 440 ഇവൻ നിൽക്കുന്നത് വൈ ലെവല്. അപ്പോൾ അത്രയും ഹൈറ്റിലാണ് ഇവനുള്ളത്. നമ്മളതിനെ റോക്കറ്റ് റീഫിൽ ചെയ്തിട്ടുണ്ട്. അവനിവിടെ ഒന്നും കാണാനില്ല.
അവൻ എന്തായാലും നല്ല ഹൈറ്റിലാണുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മേലേക്ക് പോയി നോക്കേണ്ടി വരും, എന്നാലേ അവൻ്റെ ആ ഹെൽത്ത് ബാർ കാണിക്കുള്ളൂ. അവനെ കിട്ടിയിട്ടുണ്ട്. അവനൊരു മിന്നായം പോലെ ഇപ്പോൾ കാണുന്നുണ്ട്. അവന് ഹെൽത്ത് കുറച്ച് കൂടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനി പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റും. സ്പിയർ ഒരു എപ്പിക് ആയിട്ട് തന്നെയാണ്. സ്പിയർ ഞാൻ ഇപ്പോഴാണ് യൂസ് ചെയ്ത് തുടങ്ങിയത്. ഇത്രയും കാലം ഞാൻ സോഡും അതുപോലെ തന്നെ നമ്മളെ ബോയും തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. സ്പിയർ യൂസ് ചെയ്യാനും നല്ല അടിപൊളിയാണ്, പക്ഷെ കറക്റ്റിനാവണമെന്നുള്ളൂ. ഇതുപോലെ മിസ് ചെയ്ത് പോകരുത്. ഇനി ഒരു ഷോട്ട് കൂടി കൊടുത്താൽ അവൻ എന്തായാലും മരിച്ചു പോകും. അയ്യോ, അപ്പോൾ നമ്മൾ തൊട്ടടിയിൽ നിൽക്കുന്ന തോന്നുന്നുണ്ട്. ഇതിലെന്തായാലും അവൻ തീർന്ന്, അവനാണ് തീർത്തിട്ടുണ്ട്. നമ്മളെ സ്റ്റാർ ഇതാകൊണ്ട് പോകുന്നത്. സ്റ്റാർ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീക്കണും ക്രാഫ്റ്റ് ചെയ്യാം. ഞാൻ താഴെ ഒന്ന് ലാൻഡ് ചെയ്യട്ടെ. ഞാനതിന് താഴെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗോൾഡൻ ആപ്പിളിൻ്റെ ആവശ്യമില്ല, അപ്പോൾ നമുക്ക് എന്തായാലും അത് കഴിക്കാം. നമ്മളതിനെ സോഡ് യൂസ് ചെയ്യാതെ നമ്മൾ വിതറിനെ കൊന്നിട്ടുണ്ട്. നമ്മളെ സ്റ്റാർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബീക്കണും സംഭവങ്ങളൊക്കെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും ബീക്കൺ ക്രാഫ്റ്റ് ചെയ്യാനില്ല. അപ്പോൾ നമ്മളെ വാല്യുബിൾ പെട്ടിയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഈ സ്റ്റാർ വെക്കാം. നമുക്ക് ഇതിത്തെ മ്യൂസിക് ഡിസ്കൊക്കെ എടുത്തിട്ട് നമുക്ക് മേളത്തെ പെട്ടിയിൽ വെക്കാം. നമ്മളെ സ്റ്റാർ ഇതിൽ വെച്ചതിന് ശേഷം നമ്മൾ മ്യൂസിക് ഡിസ്കൊക്കെ ഇതിൽ തന്നെ വെക്കാം. അങ്ങനെ നമുക്ക് സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീക്കണൊക്കെ ക്രാഫ്റ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് മൈനിങ് ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.